നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാലോ? ഹലോ, ഇതിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ 2020 കഴിഞ്ഞ ഒരു സപ്ലിമെന്ററി എക്സാം ആയിരുന്നു, പാർട്ട് സി. ഓക്കെ, ലിസ്റ്റ് ദി കീ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഇൻ എ പ്ലാൻ. നമ്മളിത് പറഞ്ഞാൽ തോന്നുന്നു അല്ലേ? 5th മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് 6th മൊഡ്യൂളിൽ നോക്കാം. 12th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കോമ്പണൻസ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെ കോസ്റ്റിന്റെ കോമ്പണൻസ് അല്ലെ എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്? ഇതൊക്കെയായിരുന്നു നമ്മൾ ആ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കോമ്പണൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മെത്തേഡ്സ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് കൺസിഡറേഷൻ. ദ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ദി സം ഓഫ് ദ ഫോളോയിങ്. ദാറ്റ് ഈസ് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, റിപ്പയർസ്, സപ്ലൈസ്, ദെൻ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ, ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്, റെന്റ്. ഇത്രയും 7 കമ്പണൻസ് കൂടി ചേർന്നിട്ടാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ടാകുന്നത്. സോ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 മാർക്കിനാണ്, പക്ഷെ അത് ലിസ്റ്റ് ചെയ്യാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട. ആ എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്സ്. മേ ബി ഇത് എസ് ആയിട്ടും ചോദിക്കാം കേട്ടോ, ഒരു 5 മാർക്കിനോ അല്ലെ 6 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഓരോ കോസ്റ്റും എന്താണ് ഇനീഷ്യൽ കോസ്റ്റ്, എന്താണ് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ, എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അങ്ങനെയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ചിലപ്പോൾ എഴുതേണ്ടി വരാം മാർക്കിനനുസരിച്ച്. ദെൻ ഡിസ്കസ് ദ വാരിയസ് വേസ് ടു റെഡ്യൂസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്. അതാണ് നമ്മൾ മെത്തേഡ്സ് ടു മിനിമൈസ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കുറക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിന് നമുക്ക് കുറച്ച് ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡ്യൂസിങ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ലേബർ, വർക്ക് ഷുഡ് നോട്ട് ബി അസൈൻ ടു സെമി സ്കിൽഡ് ഓർ കെയർലെസ് ലേബേഴ്സ്, ആൻഡ് മിനിമൈസ് ദി ഇൻഡയറക്ട് ലേബർ എക്സ്പെൻസസ് ഓൺ ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ, റിപ്പയർ. Then reduce material damage during handling, increase the total productivity, reduce in-process storage, reduce expenditure on packing and other protective devices. So methods to minimize the cost of material handling എന്നുള്ള ഏരിയയിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതായത് 2 കാര്യം അവിടെ ചോദിക്കാനുള്ളൂ. എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ടാകുന്നത്, അതേപോലെ എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. ദെൻ വാട്ട് ഈസ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് 6th മൊഡ്യൂളിൽ. മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിൽ 2 മെയിൻ ക്ലാസിഫിക്കേഷൻ, പ്ലാൻഡ് മെയിൻ്റനൻസും അൺപ്ലാൻഡ് മെയിൻ്റനൻസും. ഇതിൽ തന്നെ പ്ലാൻഡ് പ്രിവെന്റീവ് ഉണ്ട്, പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. ദെൻ അൺപ്ലാൻഡ് കറക്റ്റീവ്, അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ. ഇതിലെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്രിവെന്റീവ്, ദാറ്റ് ഈസ് പ്ലാൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന ക്വസ്റ്റ്യൻ. സോ അത് നമ്മൾ അതിന്റെ ഡീറ്റെയിലിങ്ങും പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ പ്ലാൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്, എന്താണ് പ്രിവെന്റീവ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, എന്താണ് കറക്റ്റീവ് മെയിൻ്റനൻസ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 2 മാർക്സിനാന്ന് തോന്നുന്നു അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് പ്ലാൻ, ജസ്റ്റ് ഡെഫിനിഷൻ ഏരിയ, എന്താണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് പ്രിവെന്റ് ചെയ്യുക അല്ലെ. ഒരു എന്താ പറയാ, ഒരു ഡാമേജ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായ, അത് നമുക്ക് ഓൺ പ്രോസസ്സിന്റെ സമയത്ത് അല്ലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഒരു ഡാമേജ് വരുന്നതിന് മുമ്പ് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിന് മെയിൻ്റനൻസ് ഓഫർ ചെയ്യുന്നതാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. അപ്പൊ ആ ഒരു ഡീറ്റെയിലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. 6th മൊഡ്യൂളിൽ ഏറ്റവും നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആവാനുള്ള ഏരിയ ആണ് ഈ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഏരിയ. കാരണം ഇതിൽ കുറേ ഉണ്ട്, പ്ലാൻഡ് മെയിൻ്റനൻസ്, അൺപ്ലാൻഡ് മെയിൻ്റനൻസ്, അതിന്റെ അടിയിൽ തന്നെ പ്ലാൻഡ് പ്രിവെന്റീവ്, പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ, അൺപ്ലാൻഡിൽ അൺപ്ലാൻഡ് കറക്റ്റീവ്, അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ. ഇതൊക്കെ കൂടി ഈ പേരുകളും ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ കൂടി വലിയ സ്കോപ്പുള്ള ഒരു ഏരിയ ഇത്. ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വരും. സോ ആ ഓരോ ടേമും ഓരോ മെയിൻ്റനൻസ് ടെക്നിക്കും വിത്ത് ഡെഫിനിഷൻ, വിത്ത് എക്സാമ്പിൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം. Then analyze the maintenance activities for cranes and hoist. ഹോയിസ്റ്റിന്റെയും ക്രെയിനിന്റെയും മെയിൻ്റനൻസ് ടെക്നിക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം മെയിൻ്റനൻസിന് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്: ഇൻസ്പെക്ഷൻ സ്റ്റേജ്, റിപ്പയർ സ്റ്റേജ് ആൻഡ് ഓവർഹോൾ സ്റ്റേജ്. സോ ഹോയിസ്റ്റ് ആൻഡ് ക്രെയിൻസിൽ ഇൻസ്പെക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം? All parts, open or covered, are inspected for wear and tear. Worn out unworkable components like wire rods, wheels, bearing, bolts, etc. are removed.
ദെൻ ബ്രേക്സ് ആർ അഡ്ജസ്റ്റഡ് ആൻഡ് ലൂബ്രിക്കേഷൻ ഈസ് പ്രൊവൈഡഡ്. ഇൻസ്പെക്ഷൻ സ്റ്റേജ് ചെയ്യുന്നത്, റിപ്പയർ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യും, അതേപോലെ ഓവർഹോൾ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യും. സോ 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അനലൈസ് ദ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് ക്രെയിൻസിന്റെയും ഹോയിസ്റ്റിന്റെയും മെയിൻ്റനൻസ് ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റൻ, ഡിഫൈൻ എർഗണോമിക്സ്. നമ്മളെ മുടിയുള്ള അടുത്ത ടോപ്പിക് ആണ് എർഗണോമിക്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. നമുക്ക് ഫസ്റ്റ് മെത്തേഡ്സ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അവിടുന്ന് ഒരു 10 മാർക്കിന് വന്നു. മെയിൻ്റനൻസിന് 10 മാർക്കിന് വന്നു. ദെൻ എർഗണോമിക്സിലെ ക്വസ്റ്റൻ വന്ന് ഡിഫൈൻ എർഗണോമിക്സ്. എന്താണ് എർഗണോമിക്സ്? നമുക്കറിയാം, നമ്മുടെ വർക്കേഴ്സിന്റെ സേഫ്റ്റി അല്ലെ, വർക്കേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയ അല്ലെ. ദിസ് മാനുവൽ ഹാൻഡ്ലിംഗ് ഈസ് എ വൺ ഡേ ട്രെയിനിങ് കോഴ്സ് സ്പെഷ്യലി ഫോർ ദോസ് പീപ്പിൾ റെസ്പോൺസിബിൾ ഫോർ പെർഫോമിംഗ് മാനുവൽ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ്. ദെൻ നമുക്കറിയാം, നമ്മളെ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ പിന്നെ എന്താ പറയുക ഫിസിക്കൽ സ്ട്രക്ചർ, അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ വർക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടേമിനാണ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്. സോ എന്താണ് എർഗണോമിക്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ടേം കംസ് ഫ്രം 2 Greek word ergos and nomos, which could literally translate as study of work. It's not a new concept. It has been around for decades. We often discuss ergonomics in terms of fitting the work to the worker. അതായത് വർക്കറിനെ പറ്റി, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് വർക്ക് എന്ന് പറയാം, വർക്കേഴ്സിനെ പറ്റി പഠിക്കുകയും അവർക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതിനാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. സോ 2 മാർക്സിന്റെ ഡെഫിനിഷൻ ക്വസ്റ്റൻ ആണ്. ദെൻ ഇതൊരു പിന്നെ ഒരു എന്താ പറയാ, ഒരു കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻ എ സൂപ്പർ മാർക്കറ്റ് സൈസ് 50 into 50 meter, യൂണിറ്റ് ഹാൻഡ്ലിംഗ് ലോഡ്സ് ആർ ലെസ് ദാൻ 50 kg. Space utilization is up to the height of 4 meter. The material handlers undertake lifting, carrying and pushing type of task for storage and movement of various goods. Determine the different material handling equipment needed by material handlers to reduce ergonomic risk. Ergonomic risk എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എർഗണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് കുറെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. 50 into 50 സൈസുള്ള, അല്ലെങ്കിൽ 50 into 50 meter സൈസുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടെ യൂണിറ്റ് ഹാൻഡ്ലിംഗ് ലോഡ്സ് ആർ ലെസ് ദാൻ 50 kg. Then space utilization up to height 4 meter. The material handlers undertake lifting വേണം, ക്യാരിയിങ് വേണം, പുഷിംഗ് ടൈപ്സ് ഓഫ് വർക്ക്സ് ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ആണ് നല്ലൊരു എർഗണോമിക് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്? അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് 4 മീറ്റർ ഹൈറ്റിനപ്പുറത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് സ്പേസ് യൂട്ടിലൈസേഷൻ അപ് ടു ദ ഹൈറ്റ് 4 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലിഫ്റ്റിംഗ് ആവശ്യമാണ്, ക്യാരിയിങ് ആവശ്യമാണ്, പുഷിംഗ് ടൈപ്പ് ഓഫ് വർക്ക്സ് ആവശ്യമാണ്. അത് മാത്രമല്ല യൂണിറ്റ് ലോഡ്സ്, അതായത് സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതിന്റെ ലോഡ് എന്ന് പറയുന്നത് 50 kg ആയിട്ട് 50 kg കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും? അപ്പോൾ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പാലറ്റ് ട്രക്ക് ഉണ്ട്. ദെൻ നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട്, അതായത് 4 meter വരെ ഹൈറ്റ് പറയുന്നുള്ളൂ. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് സ്പേസ് യൂട്ടിലൈസേഷൻ ഈസ് അപ് ടു ദ ഹൈറ്റ് ഓഫ് 4 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 meter വരെ ഹൈറ്റ് നമുക്ക് അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറ്റില്ല, മറ്റ് വലിയ ലിഫ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കേജ് എലിവേറ്റർ പോലെയുള്ള സിസ്റ്റംസ് ഒന്നും ആവശ്യമില്ല. 4 meter മാത്രമേ പൊക്കേണ്ടതുള്ളൂ, മാക്സിമം അത്രേ പൊക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ഡ്രിവൺ ട്രക്കുകൾ ഉപയോഗിക്കാം, പാലറ്റ് ട്രക്കുകൾ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ യൂണിറ്റ് ലോഡ് പറയുന്നുണ്ട്, യൂണിറ്റ് ലോഡ് 50 kg ബിലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എർഗണോമിക് ആസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റിന്റെ ഒക്കെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിസ്റ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര വയസ്സിനിടയിലുള്ള ജെൻസിന് ഇത്ര കിലോ, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിലിംഗ് ഞാനൊന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ 50 kg എന്ന് പറയുന്ന ഒരു എർഗണോമിക് ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ ജെൻസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ടീഷനും കൂടി കൺസിഡർ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന എർഗണോമിക് ആസ്പെക്റ്റിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഡിപ്പെൻഡഡ് ആയി ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിന്. അപ്പം ഒന്ന് നമ്മുടെ ഹ്യൂമൻ ബോഡി സ്ട്രക്ചറിനെ പറ്റി അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം, അതായത് ഏജിന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഓരോ മൂവ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് വരാം, നമുക്ക് ഇതേപോലെ ലിഫ്റ്റിംഗ് ആൻഡ് ലോവറിങ് വരാം. അപ്പോൾ ഉള്ള കുറെ ബോഡി മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ബോഡി മോഷൻ കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ
നമുക്ക് ആ ആൻസറിന് കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. നമുക്ക് ഇവിടെ കുറച്ച് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സജസ്റ്റ് ചെയ്യാനും പറ്റണം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇത് വെറുതെ ഒരു പ്രാക്ടിക്കൽ മീനിങ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് എർഗണോമിക് ആസ്പെക്റ്റിൽ നമ്മൾ പഠിച്ച തിയറികളൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ആൻസർ എഴുതുന്നത്. ഓക്കെ, ദെൻ മെയ് 2019 കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിസൈൻ മെത്തഡോളജി ഫോളോഡ് ഫോർ ഡിഫറെന്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ്. അതായത് ഡിസൈനിങ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ആക്ച്വലി ഇത് 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് ഇങ്ങോട്ടേക്ക് മാറി വന്നതേ ഉള്ളൂ. 6th മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ഹോപ്പേഴ്സ് ആൻഡ് ക്രഷേഴ്സ് യൂസ്ഡ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. നമ്മൾ മിസലേനിയസ് എക്യുപ്മെന്റിൽ പറഞ്ഞാണ് ഹോപ്പേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പിന്നെ കോണിക്കൽ ഷേപ്പ് ഉണ്ട്, വെഡ്ജ് ഷേപ്പ് ഉണ്ട്, അതേപോലെ സ്ക്വയർ ഹോപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഹോപ്പേഴ്സിന്റെ പ്രത്യേകത, എന്തിനാണ് ഹോപ്പേഴ്സ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹോപ്പേഴ്സ്, പിന്നെ ഹോപ്പേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ്, പിന്നെ ഹോപ്പേഴ്സിന് ഗേറ്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ഗേറ്റ് സിസ്റ്റത്തിന്റെ ആവശ്യം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് വിത്ത് ഫിഗർ. ഹോപ്പേഴ്സിന്റെ ഫിഗേഴ്സ് വെച്ചിട്ട് വരച്ച് എഴുതണം. പക്ഷെ 10 മാർക്കിനാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഡ്രോ എ നീറ്റ് ഫിഗർ എന്നോ അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കെച്ച് എന്നൊന്നും ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ഫിഗർ നിർബന്ധമായിട്ടും വേണം. ദെൻ ക്രഷേഴ്സ് നമ്മൾ ഇന്നലെ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു. വലിയ ലാർജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള പാറയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്മോൾ സൈസിലുള്ള ചെറിയ മെറ്റൽസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ക്രഷിംഗ് യൂണിറ്റ്. അതും ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഇന്നലെ അതിന്റെ വർക്കിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് ക്രഷേഴ്സ് യൂസ് ചെയ്യുന്നത്, ദെൻ അവിടെ എന്തൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അടുത്ത മെയിൻ്റനൻസ്, എക്സ്പ്ലെയിൻ ദ പ്രിവെന്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് പ്രാക്ടീസസ്. അവർ പറഞ്ഞു മെയിൻ്റനൻസിലാണ് ഏറ്റവും കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെ കൺഫ്യൂഷൻ സ്റ്റേജ് വരാനുള്ള ഒരു ഏരിയ ആണ് മെയിൻ്റനൻസ്. വെച്ചാൽ എല്ലാത്തിൻ്റെയും പേര് ഏതാണ്ട് ഒരേപോലെയാണ്. 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഏതാണ്ട് പേരുകളൊക്കെ സിമിലർ ആണ്. അപ്പൊ എന്താണ് പ്രിവെന്റീവ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, ഇത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറ്റുന്നതും എക്സാമ്പിൾസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഒക്ടോബർ 2019 സപ്ലിമെന്ററി എക്സാമിനേഷൻ, ഫസ്റ്റ് KTU ബാച്ചിന് നടന്ന ഫസ്റ്റ് സപ്ലിമെന്ററി എക്സാമിനേഷൻ. ഇതിലെ നമ്പറിങ് നോക്കണ്ട, ഇവിടെ ഒരു നമ്പർ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി ഇവിടെ 11-12 ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് 6th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 10 മാർക്ക് തന്നെ ആക്കിയിട്ട് വാല്യുവേഷന്റെ സമയത്ത് കൊടുത്തിരുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കുറക്കാൻ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻ്റനൻസ്. ദെൻ ഹൗ ഡസ് കറക്റ്റീവ് മെയിൻ്റനൻസ് ഡിഫർ ഫ്രം പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ഇപ്പൊ മെയിൻ്റനൻസിൽ കുറെ ഉണ്ട്, കറക്റ്റീവ്, പ്രിവെന്റീവ്, ബ്രേക്ക് ഡൗൺ അല്ലെ, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ ഇട്ട് പഠിക്കണം. ഇവിടെ ഡിഫറൻസ് ഏതാനാ ചോദിച്ചത്, ഹൗ ഡസ് കറക്റ്റീവ് മെയിൻ്റനൻസ് ഡിഫർ ഫ്രം പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻ ഡിസൈനിങ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഇത് 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് നമ്മുടെ KTUവിൽ വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. അതിന് പുറമെ നമ്മുടെ കയ്യിൽ വേറെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട് വേറെ യൂണിവേഴ്സിറ്റികളുടെ. അതിനകത്തേക്ക് ഒന്ന് നോക്കാം. സ്റ്റേറ്റ് ദി, ഇവിടുത്തെ 1 I സബ് ക്വസ്റ്റ്യൻ ആയി, സ്റ്റേറ്റ് ദ വാരിയസ് കോസ്റ്റ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. Then state the various aspects of maintenance of hoist. ഹോയിസ്റ്റിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയിൻ്റനൻസിൽ ഹോയിസ്റ്റ് മെയിൻ്റനൻസിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. State and explain procedure involved in maintenance. Maintenance of ലിഫ്റ്റിന്റെ മെയിൻ്റനൻസ് പ്രൊസീജിയർ എന്തൊക്കെയാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് എസ്കലേറ്റേഴ്സ് വിത്ത് എ നീറ്റ് സ്കെച്ച്. ഇത് നമ്മുടെ 4th മൊഡ്യൂളിൽ വരുന്നതാണ്. എസ്കലേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ്, അങ്ങനെയുള്ള ലിഫ്റ്റിംഗ് ആൻഡ് ലോവറിംഗ് എക്യുപ്മെന്റ്സ് എന്നൊക്കെ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എലമെന്റുകളാണ് പൊതുവെ ലിഫ്റ്റിങ്ങിനും ലോവറിങ്ങിനും വേണ്ടി ഉപയോഗിക്കുക.
ഇവിടെ എസ്കലേറ്ററിനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. Okay. Explain the maintenance of material handling equipment. Then describe the objectives of ergonomics in material handling. List out the elements of material handling ergonomic program. List out the methods to minimize the cost of material handling. Then describe how care should be taken while designing the feeding equipment to avoid spillage of material. Specific question ആണ്. നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂളിൽ വരുന്നത്. ഈ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും ആണ്. നമ്മുടെ KTU ൽ തന്നെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. Then explain about the ergonomics of material handling equipment. Then list out the material handling ergonomics for human being. Dumpers and feeders. നമ്മള് miscellaneous equipment പഠിച്ചാണ്. Write your own words about dumpers and feeders. ഇതിലാണ് നമ്മൾ apron feeder ഒക്കെ പറഞ്ഞിട്ടുള്ളത്. How would you explain the types of maintenance in material handling system? ആ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാം കേട്ടോ. ഒരു 10 മാർക്കിനൊക്കെ ക്ലാസിഫിക്കേഷൻ മാത്രം ചോദിക്കാം. What factors would you consider that need for maintenance of material handling system? Describe handling of miscellaneous equipment. ചിലപ്പോൾ പേരെടുത്തിട്ട് നേരത്തെ ചോദിച്ച പോലെ ഹോപ്പേഴ്സ് അല്ലെങ്കിൽ ക്രഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ജനറൽ ആയിട്ട് മിസ്ലേനിയസ് എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. നമുക്കിപ്പോൾ കൺവേയേഴ്സും ക്രെയിന് പിന്നെ അതേപോലുള്ളതൊക്കെ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ഒന്നുമല്ല. അതിനെ കൊണ്ട് മൾട്ടി ആപ്ലിക്കേഷൻ അല്ലെ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള നമ്മുടെ കൺവെയർ പോലെയുള്ള ക്രെയിന് പോലെയുള്ള അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എലമെന്റ് പോലെയുള്ളതൊക്കെ. ബട്ട് ഈ മിസ്ലേനിയസ് എക്യുപ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അതിനൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം കെപ്പോള ഫർണസ് അതിനൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആണ്. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് തന്നെയാണ്. മെറ്റൽസിനെ മോൾട്ടൺ മെറ്റൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടക്കുന്നുണ്ട്. സോ അത് അങ്ങനെയുള്ള സ്പെസിഫിക് ആപ്ലിക്കേഷൻ മെൽറ്റിംഗ് അല്ലെങ്കിൽ നമ്മളെ മെറ്റൽസിന്റെ മെൽറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ നമ്മുടെ പിന്നെ ആപ്രൺ ഫീഡർ ആണേലും പിന്നെ ക്രഷേഴ്സ് ആണേലും ക്രഷേഴ്സൊക്കെ ആ ഒരു സ്ഥലങ്ങളിൽ മാത്രം ലാർജ് സ്ട്രക്ചറിനെ മിനിമൈസ്ഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ സ്ട്രക്ചർ ആക്കി അല്ലെങ്കിൽ മൈക്രോ അല്ല ഒരു മിനിയേച്ചർ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രഷേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മിസ്ലേനിയസ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ തന്നെ വേണേൽ നമുക്ക് കൊടുക്കാം. നമ്മളൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകളെയാണ് നമ്മൾ മിസ്ലേനിയസ് എക്യുപ്മെന്റ്സ് എന്ന് ഇൻ ജനറൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതിനപ്പുറത്തേക്കും ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് 6th മൊഡ്യൂളിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ഉണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ മെയിൻ്റനൻസ് തന്നെയാണ്. അതേപോലെ തന്നെ സേഫ്റ്റി ഇൻ ഹാൻഡ്ലിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെയൊക്കെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുക, ഓരോന്നിൻ്റെയും സേഫ്റ്റി ടിപ്സ്, ക്രെയിൻസിന്റെ സേഫ്റ്റി ടിപ്സ് എന്തൊക്കെ,
കൺവേയേഴ്സിന്റെ സേഫ്റ്റി ടിപ്സ് എന്തൊക്കെ, ഫോർക്ക് ലിഫ്റ്റ് സേഫ്റ്റി എങ്ങനെ എൻഷുർ ചെയ്യുക, എന്തൊക്കെയാണ് അവിടെ വരാൻ സാധ്യതയുള്ള ആക്സിഡൻസ്. ഇപ്പൊ സേഫ്റ്റി ഏരിയന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതുവരെ വന്നില്ല എന്ന് വെച്ചാൽ അത് ഒഴിവാക്കണം എന്നല്ല, അതിൻ്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ എർഗണോമിക്സ് ആസ്പെക്റ്റിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ എന്താണ് എർഗണോമിക്സ് എന്നും അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വേണം. മിസ്ലേനിയസ് എക്യുപ്മെന്റ്സിൽ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹോപ്പേഴ്സും ക്രഷേഴ്സും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചിലപ്പം ഫീഡേഴ്സും ഡംബേഴ്സും ചോദിക്കാം, അല്ലെ കൊപ്പോള ചാർജറും മൊബൈൽ ലിഫ്റ്റ് ഫ്രെയിം ചോദിക്കാം, ഷിപ്പ് ലോഡർ, വാഗൺ ഡിപ്ലർ ഒക്കെ ചോദിക്കാം. സോ ഈ ഏരിയയിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അതേപോലെ സേഫ്റ്റി, എർഗണോമിക്സ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, കോസ്റ്റ്, ഇതിനകത്തുനിന്നും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. മീൻസ് എ ബി ക്വസ്റ്റ്യൻ ആണെങ്കിലും 10 മാർക്കിനും ഒരു ഏരിയയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഒന്നുകിൽ സേഫ്റ്റിന്ന് 10 മാർക്കിന്, അല്ലെങ്കിൽ എർഗണോമിക്സിന് 10 മാർക്കിന്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗിന് 10 മാർക്കിന്. സോ ഒരു നല്ല തിയറി സൈഡുള്ള ഒരു മൊഡ്യൂളാണ് 6th മൊഡ്യൂൾ. ഇതിൽ കുറച്ച് ഫിഗർ വരുന്നുണ്ട്. എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ മിസ്ലേനിയസ് എക്യുപ്മെന്റ്സിൽ ഫിഗർ വരുന്നുണ്ട്. ബാക്കിയെല്ലാം തിയറിയാണ്. അപ്പം ആ രീതിയിൽ തന്നെ ഇതിനെ കാണുക. അപ്പം പിന്നെ ഈ മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതോടുകൂടി നമ്മുടെ 6th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി ഇതിനകത്ത് ബാക്കിയുള്ളത് ഒരു അസൈൻമെന്റ് ബാക്കിയുണ്ട്. നിങ്ങളിപ്പോൾ 5th മൊഡ്യൂളിന്റെ വരെയുള്ള അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ 5th അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് കണ്ടു. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. 6th മൊഡ്യൂളിൻ്റെതും ഞാൻ ഇന്ന് നമുക്ക് അസൈൻമെന്റ് ഹവർ ഉണ്ട്. ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. പെട്ടെന്ന് തന്നെ അതും കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇപ്പം അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങളുടെ ഇന്റേണലൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടി വരും. സോ അധികം സമയം എടുക്കരുത്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഡൗട്ട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡേറ്റ് ആയി ഒന്ന് ആരെങ്കിലും ഉണ്ടോ? നമ്പർ 5, നമ്പർ 7, നമ്പർ 10, roll number 10, then number 13, roll number 13, roll number 15, present sir, number 16, 17, present sir, then number 23, present sir, 27, then 38, 38. Okay, so the absent is roll number 10. sir 38%. Okay. Absent is roll number 10, 13, and 16. ഇനിയിപ്പോ ഇന്നത്തെ ഒരു അവറും നാളെ മറ്റന്നാളും ഓരോ അവേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരവർ രാഹുൽ സാർ ചോദിച്ചിട്ടുണ്ട്. സാറിന് ഏതാ നോക്കിയിട്ട് ഞാൻ കൊടുക്കാം. ബാക്കി നമുക്ക് 2 അവർ എന്തായാലും കിട്ടും. അതായത് ഇന്നത്തെ അസൈൻമെന്റ് അവറും പിന്നെ വ്യാഴം വെള്ളിയിൽ ഏതെങ്കിലും ഒരു അവറും. അറ്റൻഡൻസ് എല്ലാവരും നോക്കി വെച്ചായിരുന്നോ? എത്ര അവർ ഉണ്ട്, എത്ര വേണം എന്നുള്ളതൊക്കെ ഈ അണ്ടർ ഉള്ളവര്? ഇതിപ്പോ ടുഡേ ഈ ഒരു അവർ വരെ ഞാൻ എടുത്തേക്കുന്നത് ഐ തിങ്ക് മൊത്തം 59 hours ആണെന്ന് തോന്നുന്നല്ലേ എടുത്തത് നമ്മള്.
മീൻസ് അതിന്റെ ഇതൊക്കെ വന്നു സീരീസ് എക്സാമിന്റെ അവരൊക്കെ കൂടിയിട്ടാണ് അത്. അപ്പൊ ഇപ്പം നിലവിലെ കണ്ടീഷനിൽ റോൾ നമ്പർ 1 91.5, റോൾ നമ്പർ 2 84, 3 91, 4 89, 5 76, റോൾ നമ്പർ 6 88, റോൾ നമ്പർ 7 71. അമൽ കെ സന്തോഷ് അണ്ടറാണേ. സാറേ 19-ാം തീയതി സാറ് വീട് ഫുള്ള് ആക്ഷൻ ആണല്ലോ. 19 മാർച്ച്. മാർച്ച് 19 എന്റെ പീരീഡ് ഫുൾ ആബ്സെന്റ് ആണോ എല്ലാരും? അല്ല, ഫുൾ ആ ദിവസത്തെ 1-7 വീട് സാറ് വീടാണ് ഫുൾ ആബ്സെന്റ്. അന്ന് ആബ്സെന്റ് ആയ എല്ലാവർക്കും സാറ് വീട് ഫുൾ ആബ്സെന്റ് ആയിട്ടല്ലേ കാണിക്കുന്നതായിട്ട്. അന്നേരല്ലടാ നിങ്ങൾ ബഹിഷ്കരിച്ചിട്ട് പോയതല്ലേ? അല്ല അത് സാറ് വീട് മാത്രമേ സാറ് ആ വീട് 1 മുതൽ 7 വരെ സാറ് വീട് ആബ്സെന്റ്. വേറെ ആരെയും വീടൊന്നും എടുക്കാത്ത പോലെയാണ്. 1 മുതൽ 7 വരെയാ? ഒരു മിനിറ്റ് ഞാനിപ്പോ ചെക്ക്. ഏതാ ഡേറ്റ് ഏതാ പറഞ്ഞേ? 19 മാർച്ച്. മാർച്ച് 19. ഒരു മിനിറ്റ്. മാർച്ച് 19 എനിക്ക് അറിയില്ലല്ലോ. സാറ് വീട് മൊത്തം ആബ്സെന്റ് ആണ് കാണിക്കുന്നത്. 1 മുതൽ 7 വരെ സാറ് വീട്. മാർച്ച് 19 എനിക്ക് അവറില്ലടാ. ഉണ്ടെങ്കിലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ എങ്ങനെയാ കാണുന്നത്? മാർച്ച് 19 ഡിവാസ് ആണോ? ആ പ്രൊജക്ട് അവർ പ്രൊജക്ട് അവറിന്റെ അത് സബ്ജക്ട് മാറിയതാണ്. അതിപ്പം പറഞ്ഞത് കണ്ടോണ്ട് പറഞ്ഞു. മാർച്ച് 19 ഫ്രൈഡേ അല്ലേ? നിങ്ങൾക്ക് ഫ്രൈഡേ ആ സമയത്ത് ക്ലാസ് ഇല്ലായിരുന്നല്ലോ ആദ്യം സ്റ്റാർട്ടിങ്ങില്. ഓർമ്മയാ സാറേ, പക്ഷെ തുടങ്ങിയോടെ തന്നെയാണ് എന്റെ സാറേ കണ്ടോണ്ട്. അത് എന്റെ ഇപ്പം ഒന്നാമത് പ്രൊജക്ട് എന്റെ സബ്ജക്റ്റ് അല്ല, നിതിൻ സാറാണ്. മാത്രമല്ല പ്രൊജക്ടിന്റെതും ഇതും തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുമല്ലോ. അതിനിപ്പോ അറ്റൻഡൻസ് തന്നു വെച്ചാൽ ഇതിൽ കൂടാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് പറഞ്ഞത് അപ്പൊ ഇനി നോക്കുക. ഇനിയിപ്പോ 2 hour ഉണ്ടാവുള്ളൂ കയറിപ്പോയാല്. അത് വെച്ചിട്ട് എത്ര കിട്ടും നോക്കുക. ഇപ്പോ ഉള്ളത് അമൽ കെ സന്തോഷ് 59-ൽ 42 ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ പിന്നെ അണ്ടർ ഉള്ളത് ഭഗത്ത് ഇന്നും ആബ്സെന്റ് ആണല്ലോ. കുറച്ചൊരു ഉത്തരവാദിത്തമൊക്കെ കാണിക്കാൻ പറയടാ. നിങ്ങളിങ്ങനെ ചങ്ങായിമാരായി നടന്നാൽ മതി. ഭഗത്ത് ഇപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവരെ പോലെ തന്നെ 71 സെയിം 59-ൽ 42, എന്നിട്ടും ഇന്ന് ആബ്സെന്റ് ആണ്. മറ്റൊന്ന് ഫസീദ്ദീൻ 59-ൽ 40 ഉള്ളൂ 67. ജിജോ രാജ് 59-ൽ 43 72. ജിതിൻ 71. ദിനിൽ 74.5. അത് കയറുമായിരിക്കും 2 ദിവസം കൂടി കഴിയുമ്പോൾ. ഇത്ര ആള് പ്രശ്നത്തിലാ ഉള്ളത്. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് 73 പോയിന്റ് ചില്ലറ ഇന്നലെ കണ്ടിന്യൂ. നീ വന്നാ? ആ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ ഉണ്ടേനു സാർ. അത് മറ്റേ ചാറ്റ് ബോക്സിൽ ഇട്ടേനു. ഇപ്പൊ ഇട്ടതല്ലേ? 9:24. അത് ഉണ്ടേനു അതിന് ക്ലാസ്. മുമ്പ് ഞാൻ 2 തവണ അറ്റൻഡൻസ് വിളിച്ചു കേട്ടാ. അത് അമ്മ നേഴ്സ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പോയിനു. അതിനൊക്കെ അറ്റൻഡൻസ് തരണോ? ക്ലാസ്സിലുണ്ടെങ്കിൽ അറ്റൻഡൻസ് തരാൻ പറ്റൂ. അല്ല സാർ, അത് കേട്ടിന് തുടക്കം പോലെ കേട്ടിന്. കുറച്ച് ടൈമേ പോയിട്ടേനു. അത് പെട്ടെന്ന് കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ബസ്സില്ലാതെ. തുടക്കത്തിൽ ഞാൻ അറ്റൻഡൻസ് വിളിച്ചു ചെയ്തോ. തുടക്കത്തിൽ വിളിച്ചു, ഇടക്ക് വിളിച്ചു, 2 തവണ ഞാൻ വിളിച്ചു. ഭഗത്ത് വന്നിട്ടില്ലല്ലോ അല്ലേ? അനുരാഗ് ഭഗത്ത് ഇല്ലല്ലോ. നിങ്ങളുടെ സീരീസ് എക്സാമിന്റെ മാർക്സ് ഇന്ന് പബ്ലിഷ് ചെയ്യട്ടോ. ഇന്ന് നോക്കിയിട്ട് പബ്ലിഷ് ചെയ്യാം. പിന്നെ അത് വെച്ചിട്ട് ഇന്റേണലും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോ എല്ലാരും. അപ്പൊ ശരി, നെക്സ്റ്റ് ക്ലാസ് കാണാം.